പമ്പയാറിന്റെ ഓളപ്പരപ്പിൽ ആവേശത്തിരിയുയർത്തി കുട്ടനാട്ടിൽ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ പര്യടനം. കൈനഗിരി പള്ളാതുരുത്തിയിൽ നിന്ന് ബോട്ടിലാണ് പര്യടനം ആരംഭിച്ചത്. ഏറ്റവും മുമ്പിൽ സ്ഥാനാർത്ഥിയുടെ വരവറിയിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് ബോട്ട്, തൊട്ടു പിന്നാലെ പൈലറ്റ് പ്രസംഗങ്ങളുടെ ബോട്ട്, പിന്നാലെ തുറന്ന ബോട്ടിൽ സ്ഥാനാർത്ഥിയും നേതാക്കളും. അവധി ദിനമായതിനാൽ കൈനഗിരിയുടെ കരയിലും വെള്ളത്തിലും നിറയെ സഞ്ചാരികൾ. പമ്പയാറിലെങ്ങും ചെറുതും വലുതുമായ ജലയാനങ്ങൾ. ഫലത്തിൽ കൈനഗിരിയെ പുൽകുന്ന പമ്പയാറിൽ ജലോത്സവ പ്രതീതിയായിരുന്നു. MP എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷ് നിർമ്മിച്ച പാലങ്ങൾ, പാടശേഖരങ്ങളുടെ പാർശ്വ നിർമ്മാണം, വട്ടക്കായലിലെ ടൂറിസം പദ്ധതി, റോഡുകളും നടവഴികളും ഓരോന്നും എണ്ണി പറഞ്ഞായിരുന്നു പര്യടനം. കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തതാണ് കുട്ടനാട്ടിൽ മുഖ്യ ചർച്ചാ വിഷയം. നെല്ല് സംഭരണത്തിന്റെ ചുമതല കൃഷി വകുപ്പിനും സിവിൽ സപ്ലൈസ് വകുപ്പിനുമാണ്. ഈ രണ്ട് വകുപ്പുകളും CPI ആണ് കൈകാര്യം ചെയ്യുന്നത്. കുട്ടനാട്ടിലെ കർഷകരെ നിത്യദുരിതത്തിലേക്ക് തള്ളിവിട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ് തനിക്കെതിരെ മത്സരിക്കുന്നത്. കർഷകരുടെ പ്രതിഷേധം അറിയിക്കുവാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. കൈനഗരിയിലെ 12 കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. കുട്ടനാട് അസംബ്ലി നിയോജകമണ്ഡലത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എന്റെ 4ാം ഘട്ട പര്യടന പരിപാടി ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ കുട്ടനാട് നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയുടെ ആരംഭം ചക്കുളത്താവ് ക്ഷേത്രത്തിൽ നിന്നും സമാപനം പള്ളാതുരുത്തി സെന്റ് തോമസ് തിരുവാലയത്തിന്റെ തിരുതലയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് മുടക്കം കൂടാതെ ഇത്തവണയും അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ പര്യടന പരിപാടി ആരംഭിക്കുന്നത്. കൈനഗിരി പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സംവിധായകരെ നേരിൽ കണ്ട്